ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ നീക്കങ്ങളിൽ ഒന്നായിരുന്നു ഗൾഫ് രാജ്യങ്ങളെ ഒരു കുടക്കീഴിൽ എത്തിച്ചുകൊണ്ട് അവരുടെ ഉച്ചകോടി നടത്തുകയും അതിൽ കൃത്യമായും ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേലിനെ കോമൺ എനിമിയായി, അതായത് എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും പൊതുശത്രുവായി പ്രഖ്യാപിക്കുക എന്നത്. അതിൽ ഇറാൻ വിജയിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി രണ്ട് കാര്യങ്ങൾ മാത്രമാണ് മുന്നിൽ ഉള്ളത്. അതായത് റഷ്യയെ കൊണ്ട് പരമാവധി സമ്മർദ്ദം ഉണ്ടാക്കിയെടുക്കുക. അമേരിക്കയ്ക്ക് നിലവിൽ നിരവധിയായ സമ്മർദ്ദങ്ങൾ റഷ്യ നൽകുന്നുണ്ട്. അമേരിക്കയ്ക്ക് അറിയാം റഷ്യ ഏതറ്റം വരെ പോകാനും മടിയില്ലാത്ത രാജ്യമാണ്. റഷ്യയുടെ സ്വപ്നങ്ങളിൽ ഒന്ന് എന്നത് നിലവിൽ പഴയ USSR സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ്. അത് ഉൾപ്പെടെ ഒരു വശത്ത് നടക്കുന്നു. ഉക്രൈനെ ആക്രമിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു നീക്കത്തിൻ്റെ തുടക്കമായി തന്നെ കണക്കാക്കണം. മറ്റൊന്ന് എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് റഷ്യ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. നമുക്കറിയാം ഇറാനിലേക്ക് റഷ്യ നല്ല രീതിയിലുള്ള നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. ചബഹർ തുറമുഖമായിരുന്നാലും ഇറാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ന്യൂക്ലിയർ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ റഷ്യ കൊടുക്കുന്ന സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കാര്യത്തിലായിരുന്നാലും അതെല്ലാം റഷ്യ പ്രത്യേക താല്പര്യത്തോടെ നടത്തിയെടുക്കുന്ന കാര്യങ്ങളാണ്. ഇറാൻ ഒരു പടി കൂടി കടന്ന് റഷ്യയുമായി കൂടുതൽ സൗഹൃദത്തോടെ പുതിയ കരാറുകൾ തയ്യാറാക്കി എടുക്കുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരുപോലെ വിപത്തുണ്ടാക്കും എന്നുള്ളത് റിപ്പോർട്ടുകളിൽ മാത്രമല്ല വളരെ വ്യക്തമായി നിയമ വിദഗ്ധരും അന്തർദേശീയ ഡിപ്ലോമാറ്റുകളും ഈ വിഷയത്തെക്കുറിച്ച് നിരവധിയായ ചർച്ചകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. രണ്ട് പ്രധാന കാര്യങ്ങളും ഇറാൻ നടത്തിയെടുക്കുന്നതിൽ ഏറെക്കുറെ വിജയിച്ചു. അതിൽ ഒന്നാമത്തത് ഗൾഫ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഇറാൻ പറഞ്ഞതുപോലെ തന്നെ ഇറാൻ അനുകൂലമായ നടപടികളിലേക്ക് എത്തിയിരിക്കുന്നു. രണ്ടാമത്തത് റഷ്യ എടുക്കുന്ന നിലപാടുകൾ. റഷ്യ ഈ ഉച്ചകോടിയെ പിന്താങ്ങിക്കൊണ്ട് സുരക്ഷാ സമിതിയിലെ ഒരു സ്ഥിരാംഗം എന്ന രീതിയിലും റഷ്യയുടെ പ്രത്യേക താല്പര്യം അതിനകത്ത് കണക്കിലെടുത്തും റഷ്യ അവരുടെ കൃത്യമായ സന്ദേശം അയച്ചിരിക്കുന്നു. അവരുടെ പ്രതിനിധികളെ ഈ ഉച്ചകോടിയിൽ സഹകരിപ്പിച്ചുകൊണ്ട് റഷ്യയും ചൈനയും എല്ലാം ഇറാൻ പറയുന്ന രീതിയിലേക്ക് നടപടിയെടുക്കുകയാണ്. ഒരുപക്ഷെ ഇത് ഏറ്റവും മികച്ച രീതിയിലേക്കുള്ള ഒരു പ്രയാണമാണ്. ഒരു പുതിയ അച്ചുതണ്ട് ശക്തി എന്ന രീതിയിൽ ഇറാൻ ഏറ്റവും ശക്തി ഉപയോഗിക്കുന്ന സമയങ്ങളിൽ ഒന്നാണിത്. കാരണം ഇറാന് വേറെ വഴിയില്ല. ഈജിപ്തും അതുപോലെ തന്നെ മറ്റ് അറബ് രാജ്യങ്ങളും ഏറ്റവും ശക്തമായി ഇപ്പോൾ ഇറാനോടൊപ്പം നിൽക്കുന്നു. ഇത് ഒരു പുതിയ ചരിത്രം തന്നെ രചിക്കും. ഫലസ്തീനോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ മറുപടി കൊടുത്താൽ മാത്രം ഇസ്രയേലിന് മുഴുക്കില്ല. ഇസ്രയേലിന് ഒരൊന്നൊന്നര പണി, ഇസ്രയേലിൻ്റെയും നെതന്യാഹുവിൻ്റെയും ചീട്ട് കീറാൻ മാരകമായ ഒരൊന്നൊന്നര പണിയാണ് ഇറാൻ ഇപ്പോൾ അണിയറയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്.